നമസ്കാരം. 250 പേരുടെ ജോലി കളഞ്ഞ 100ഓളം പേരെ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞ ഒരു വ്യത്യസ്ത ഒരു മനുഷ്യനാണ്, എൻ്റെ സുഹൃത്താണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത്. സ്വാഗതം ചെയ്യാം അരുൺ അശോകൻ. വെൽക്കം ടു ബിസിനസ് ഇൻസൈറ്റ്. താങ്ക് യു സാർ. എന്താണ് അരുൺ അശോകൻ ചെയ്യുന്നത്? ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാമോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് ട്രേഡ് എന്ന ഫേമിൻ്റെ കോ ഫൗണ്ടറാണ്. സോ ഞങ്ങൾ എക്സാക്ട്ലി ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഫോറക്സ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത്. സോ സാറ് പറഞ്ഞ പോലെ 250 പേരുടെ ജോലി കളഞ്ഞെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനൊരു HR ടെർമിനേറ്റർ അങ്ങനെ വല്ലതും ആണെന്ന്. ബട്ട് അങ്ങനെയല്ല. ആക്ച്വലി 250 പേരുടെ താല്പര്യമില്ലാത്ത ജോലി ചേഞ്ച് ചെയ്തിട്ട് അവരെ ഇഷ്ടമുള്ള ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതായത് ഫോറക്സ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ അവർക്ക് പാഷനേറ്റ് ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ വേൾഡിലെ ഏത് പാർട്ടിലിരുന്നുകൊണ്ടും ഒരു ഏർണിങ്സ് ജനറേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പ്രൊഫഷൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഞങ്ങൾ ചെയ്തത്. മനഃപൂർവ്വം ഞാൻ പറഞ്ഞതിനാണ് ജോലി കളഞ്ഞു എന്നുള്ളത്. ശരിക്കും ഇന്ന് ലോകത്തിൽ ഒരു പഠനമനുസരിച്ച് 70% ആൾക്കാർ അവരിഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ അവധിക്കാലം ആസ്വദിച്ചുകൊണ്ട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാനും സക്സസ്ഫുൾ ആകാനും സഹായിക്കുന്നു. അതാണ് നെക്സ്റ്റ് ട്രേഡ്, അല്ലേ? അതെ സാർ. എങ്ങനെയായിരുന്നു യാത്ര തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഒരു 3 to 4 years ബാക്ക് എല്ലാവരും ചെയ്തതുപോലെ തന്നെ ഞാനും സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് വന്നത് ഒരു അറിവുമില്ലാതെ ഒരുപാട് കാശ് കളഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ ഒത്തിരി പേരുടെ സക്സസ് സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്ത് നോ ചേഞ്ച്. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് വരുന്ന മിക്ക ആൾക്കാരുടെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ഫെയിലിയറിൽ നിന്ന് തന്നെ ആയിരിക്കും. സോ എവരിത്തിങ്, അതായത് ഒരു ഫെയിലിയറിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ആക്ച്വലി ഇതിനകത്ത് നമ്മൾ സക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. അപ്പം എപ്പോഴും നമ്മളൊരു സീറോയിൽ നിന്ന് അല്ലെങ്കിൽ സീറോയിൽ നിന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഒരു നെഗറ്റീവ് വലിയൊരു ഫിഗറിൽ നിന്നായിരിക്കും വരുന്നത്. സോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്ത് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ അവിടെ ഒരു 6 years ട്രിവാൻഡ്രം ടെക്നോപാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. EY തന്നെ ദുബായിലോട്ട് ഞാൻ പോയി. അവിടെ ഒരു സീനിയർ ഓഡിറ്ററായിട്ട് ഞാൻ ഒരു 6 years വർക്ക് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനിഷ്യലി ഞാനും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫേംസിൽ പോയി പഠിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തുള്ളത് തന്നെ ഇപ്പം നിൽക്കുന്നത് തന്നെ ഒരു ടോപ്പ് 3 നിൽക്കുന്ന ഒരു 2-3 ഫേംസിൽ ഞാനും പഠിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ നിന്നും എനിക്ക് വേണ്ട ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. എഗെയിൻ ഞാൻ NSEയുടെ അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ്, അതായത് സെബിയുടെ അണ്ടറിൽ വരുന്ന NSEയുടെ അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് ഞാൻ പഠിച്ചിട്ട് അതിൽ നിന്ന് ഞങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തെടുത്തു. സോ മാത്സ് എന്ന് പറയുന്ന സംഭവം സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ്. മാത്തമെറ്റിക്കൽ വാല്യൂസിനാണ് ഒരു ഹൈലി പ്രോബബിലിറ്റി ഉള്ളത്. സോ അത് ഞങ്ങളുടെ ഓൺ സ്ട്രാറ്റജി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഞങ്ങൾ മാർക്കറ്റിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 3 to 4 year ബാക്ക് ടെസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ആ സക്സസ് റേഷ്യോ മോർ ദാൻ 70 to 80% നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിക്കുന്ന സംഭവത്തിന് ആക്യുറസി ഉണ്ട് എന്ന് ഞങ്ങളൊരു ലാസ്റ്റ് ഒരു 5 year ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്വയം കണ്ടെത്തിയൊരു സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? നിലവിലുള്ള എല്ലാ അനാലിറ്റിക്കൽ നോളജിൽ നിന്ന് മാറ്റി സ്വയം ഒരു സ്ട്രാറ്റജി രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ പരിചയപ്പെടുത്തിയ പലരും അരുണിൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് അവർ സക്സസ് ആണ്. അതെ. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചെന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 70 ലക്ഷത്തോളം ആനുവൽ പേയ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഫോറക്സ് ട്രേഡിങ്ങും പഠിക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുക. ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 18 വയസ്സിൽ 50 ലക്ഷത്തോളം കടബാധ്യതയുമായിട്ടാണ് പിതാവ് മരിക്കുമ്പോൾ ആൾ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഈ മൾട്ടിനാഷണൽ കമ്പനിയിലേക്കും അവിടെ നിന്ന് ഫോറക്സ് ട്രേഡിങ്ങിലേക്കും എത്തുന്നത്. എങ്ങനെയായിരുന്നു യാത്ര? ആ യാത്ര എത്രത്തോളം കഠിനമായിരുന്നു? എങ്ങനെയാണ് നിങ്ങൾ ഈ വഴിയിൽ എത്തിയത്? സോ എല്ലാവരുടെയും ഒരു പാഷനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. സോ ഇപ്പം ഞാനിപ്പം EYയിൽ കയറിയ സമയത്തായിരുന്നാലും ഫൈനാൻസ് എന്ന് പറയുന്ന ജോലി എപ്പോഴും ഒരു ടഫസ്റ്റ് ജോലിയാണ്. അതെ, ഉറപ്പായിട്ടും. സോ പ്രത്യേകിച്ച് ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതെ. അപ്പോൾ അതിനകത്ത് എനിക്ക് എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്
വളരെ ഹൈ ആയിരുന്നു. സോ ആ സമയത്ത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ഭയങ്കര ഹൈ ആയിട്ട് നമുക്കൊരു പ്രഷർ കയറുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുക നമുക്ക് പീസ്ഫുള്ളായിട്ട്, അതായത് എന്താണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് എൻ്റെ മെയിൻ പാഷൻ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആണ്. സോ ട്രാവലിംഗ് ചെയ്തുകൊണ്ട് ഞാനിപ്പം ഇപ്പം ഹിമാലയയിൽ പോയിരിക്കുകയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുളു മണാലിയിൽ പോയിരിക്കുകയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ മേ ബി ദുബായിൽ പോയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ നമുക്ക് എവിടെ വേണോ ട്രാവൽ ചെയ്യാം, നമുക്ക് എങ്ങനെ വേണോ ജീവിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യാം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനകത്തോട്ട് നോർമലി വരുന്ന ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നാൽ നമുക്ക് നാളെ സക്സസ്ഫുൾ ആവാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓവർനൈറ്റ് സക്സസ്. അതെ, ഒരിക്കലും നടക്കത്തില്ല സർ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ബാക്കി ഒരു ഡോക്ടർ പ്രൊഫഷൻ, ഒരു ലോ പ്രൊഫഷൻ, ഇല്ലെങ്കിൽ ഒരു CA പ്രൊഫഷൻ, ഇതേപോലെ തന്നെ ഒരു 4 to 5 ഇയർ എടുക്കുന്ന ഒരു ജേണിയാണ്. ഇപ്പം ഒരുപാട് ആൾക്കാരെന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു ദിവസം 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കുന്നു, സോ ഇത് ഞങ്ങൾ വന്ന് നിങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തൊരു 3 മാസം കൊണ്ട് പോസിബിൾ ആണോ? ഞാൻ പറയുന്ന ഒരേ ഒരു ഉത്തരം നോ, പറ്റില്ല. ഞാൻ എൻ്റെ 5 ഇയർ എന്ന് പറയുന്ന ഒരു ലൈഫ് ജേണി ഉണ്ടാക്കിയെടുത്ത ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെൽത്താണ്, ഇല്ലെങ്കിൽ ആ ഒരു ഏർണിങ്സ് ആണ്, ഡെയിലി ആ ഒരു ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും അതേ ജേണി ഫോളോ ചെയ്യുക. അതായത് 3 to നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 1 to 3 months കോഴ്സാണ് വരുന്നത് നമ്മുടെ ഞങ്ങൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ സക്സസ്ഫുൾ ആവണം എന്നില്ല. നിങ്ങൾ എത്രത്തോളം അതിൽ പാഷനേറ്റ് ആണ്, നിങ്ങൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരു 1 ഇയർ ആ ജേണി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കരിയറിൻ്റെ കൂടെ, അതായത് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ജോലി റിസൈൻ ചെയ്തിട്ട് ട്രേഡിങ്ങിനകത്ത് വരണമെന്ന്. കാര്യം അതൊരു ഭയങ്കര ഒരു ടഫസ്റ്റ് ഡിസിഷനാണ്. അൺലെസ് നിങ്ങളൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് ജോലി റിസൈൻ ചെയ്തിട്ട് ട്രേഡിങ് നിങ്ങൾക്ക് വന്ന് കുറച്ച് നാളിരുന്ന് ട്രൈ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ 1 ഇയറോളം ജേണി. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത്, ഞാനിപ്പം സാർ ചോദിച്ച ചോദ്യം, എങ്ങനെ ഇത്രയും വലിയൊരു സാലറി, ആനുവൽ സാലറിയിൽ നിന്ന് ഞാൻ ഇതിനകത്തോട്ട് വരാനുള്ള കോൺഫിഡൻസ്, അത് എക്സാക്ട്ലി ഞാനൊരു 5 ഇയറോളം എൻ്റെ എക്സിസ്റ്റിംഗ് ജോലി, അണ്ടർസ്റ്റാൻഡിങ്ങിലെ ജോലിയും ട്രേഡിങ്ങും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചെക്ക് ചെയ്ത കാര്യം, എൻ്റെ എവറി മന്ത് എൻ്റെ EYയിൽ കിട്ടുന്ന സാലറി എങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കാം. അത് ഞാൻ കഴിഞ്ഞ 3 to 4 ഇയർ ആയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് റെസിഗ്നേഷൻ എന്ന് പറയുന്ന എഴുതി ഒപ്പിട്ട് കൊടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായത്. അപ്പോൾ ആ ധൈര്യം നിങ്ങളുടെ സ്റ്റുഡൻസിനും നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഓഫ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞൊരു 3 ഇയർ ജേണി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ പഠിപ്പിച്ച 10% ആൾക്കാരും എക്സിസ്റ്റിംഗ് ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡറായിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾ ടൈം ട്രേഡർ. ഇതൊരു വലിയൊരു സക്സസ് സ്റ്റോറി തന്നെയാണ് അരുൺ. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് ഇൻസൈറ്റ് അരുണിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തതും. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റും വെൻ യു ട്രെയിൻഡ്. നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരു ആഫ്റ്റർ 3 months നിങ്ങളെ ബില്യണർ ആക്കാനും അല്ലെങ്കിൽ മില്യണർ ആക്കുമെന്നും പറയുന്നില്ല. കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക, അല്ലേ? അതെ, അതിനോട് പ്രയത്നിക്കുക. അതെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എഡ്യൂക്കേഷൻ സൈഡ് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആവും, അത്രയും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ്. നമ്മളീ പറഞ്ഞൊരു 3 months കോഴ്സ് എടുത്താൽ ഉടനെ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകും എന്ന് ഞാൻ ഒരിക്കലും ആരടുത്തും പറയില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിനകത്ത് ഇടുന്നോ അത്രത്തോളം റിസൾട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്നൊരു സംശയമാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ ഒരു സംശയവുമാണ്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഷെയർ ട്രേഡിങ്, ഫോറക്സ് ട്രേഡിങ് ഒരു ഗാംബ്ലിങ് പോലെയാണ്. പൈസ നഷ്ടപ്പെട്ടവരുടെ കഥകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. എന്താണ് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് അരുണിൻ്റെ അഭിപ്രായം? ടു ബി വെരി ഫ്രാങ്ക് സാർ, പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡിനെസ് ആണ്. അതെ, ഗ്രീഡിനെസ് ആണ് ഈ പൈസ നഷ്ടപ്പെടാനുള്ള കാരണം. അതെ, കാര്യം ഒത്തിരി ആൾക്കാർ സ്കാംസിൽ പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഇത്ര രൂപ തന്നാൽ ഞാനൊരു മാസം 10%, 20%, 50% വരെ തരാം എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ്സ് ഞാൻ ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലയൻസ് ഞങ്ങൾക്കുണ്ട്. അവർ പറയുന്നത് എൻ്റെ ഇത്രയും ലക്ഷം രൂപ പോയി, ഇല്ലെങ്കിൽ ഇത്രയും കോടി രൂപ പോയി എന്ന് പറയുന്നത് ഓവറായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ഒരാൾക്കൊരു കാശ് കൊടുക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം ഞങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു ഓഫറുമായിട്ട് ഒരാൾ വന്നാൽ പോലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിച്ചിട്ട് ചെയ്തുകൂടെ? നിങ്ങൾ എന്തിനാണ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ ഞാൻ ഇത്ര റിട്ടേൺ നിങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ആനുവലി ലൈക്ക് 15 to 20% റിട്ടേൺ ഞങ്ങൾക്ക് ഒരു മീഡിയം നോർമൽ റിട്ടേണിൽ നമുക്ക് തരാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ ഈ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഡബിളായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിനകത്ത് ഇടുന്നു എന്നുള്ളത്. സോ ഈ ഒരു കൺസെപ്റ്റാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ, ഗ്രീഡിനെസ് കൂടുമ്പോഴത്തേക്കാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാശ് ഇട്ടിട്ട് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറി മാത്രം നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ,
6.5% ആയിരിക്കും. 6.5% to 7.25% ആണ് നമ്മുടെ FD ബാങ്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് 20% ആ ഒരു ടൈംസ് 2 അല്ലെങ്കിൽ ടൈംസ് 2.5 ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഈ സ്കാമുകളിൽ കേൾക്കുന്നത് 45% to 80% അതാണ് വരുന്നത്. സോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വരും ആദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നത് മൈൻഡ് സെറ്റ് ആയിരിക്കും അല്ലേ? സൈക്കോളജിയാണ്. സൈക്കോളജി ഓഫ് മണി. ഫോറക്സ് ട്രേഡിനകത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിനകത്ത് ഏറ്റവും വേണ്ടത് സൈക്കോളജിയാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ പഠിച്ച് എത്രയൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മൈൻഡ് സെറ്റ് ശരിയല്ലെന്നെങ്കിൽ യു വിൽ ബി എ ലൂസിങ് ട്രേഡർ. ഇതൊരു ആദ്യത്തെ അറിവാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഷെയർ ട്രേഡിങ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇതൊരു ശരിയായ കൊല്ലങ്ങളായി അല്ലേ? 60ഓളം കൊല്ലമായെന്ന് തോന്നുന്നു ഒത്തിരി സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ടത് മൈൻഡ് സെറ്റും സൈക്കോളജിയും തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം 100ഓളം പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡേഴ്സ് ആയതല്ലേ നിങ്ങളുടെ കോഴ്സുകളിലൂടെ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അരുണിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തവരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നതും. അപ്പോൾ എങ്ങനെയാണ് ദ നെക്സ്റ്റ് ട്രേഡ് എന്നുള്ള ഫേമിലേക്ക് ഓൺലൈൻ കോഴ്സിലേക്ക് ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് എത്തിയത്? ആരൊക്കെയായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ? ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങളുടെ ഒരു തുടക്കം മുതൽ ഇപ്പോൾ ഉള്ള അവസ്ഥ വരെ ഒന്ന് ചുരുക്കി പറയാമോ? ഓക്കെ, ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഒരു 4 year ബാക്കാണ്. ഞാനും എൻ്റെ പാർട്ണറും അമൃത ആനന്ദാണ് co-founder. So she's a teacher in സർവോദയ സ്കൂൾ ട്രിവാൻഡ്രം ആൻഡ് മാറി വെനൈസിലെ ഗസ്റ്റ് ലെക്ചറും ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, സോ പുള്ളിക്കാരുടെ പാഷൻ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതാണ്, ടീച്ചിങ് ആണ്. സോ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. സോ വി ബോത്ത് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് വന്നതും ക്വാളിഫൈ ആയതും NSE-യിലൊക്കെ ക്ലാസ്സസ് എടുത്ത് പഠിച്ചതും പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് പഠിപ്പിക്കാനാണ് കൂടുതലും താല്പര്യം. സോ ഐ വിൽ ബി ദ മെൻറ്റർ. സോ എനിക്ക് ബിസിനസ്സാണ് കൂടുതലും താല്പര്യം. സോ ഐ വിൽ ബി ദ ബിസിനസ്. ഞങ്ങൾ ഇതേപോലെ തന്നെ കുറേ ഫേംസിനകത്ത് പഠിച്ചു. ആൻഡ് ഒത്തിരി ഫേംസിനകത്തുനിന്ന് ഞങ്ങളുടെ ഇനിഷ്യലി ഞങ്ങൾ ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇനിഷ്യലി കുറച്ച് ടെലഗ്രാം ഗ്രൂപ്പ്സിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ. സോ അതിൽ നിന്നൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന സ്ട്രാറ്റജീസിൻ്റെ ടാർഗറ്റ്സും കാര്യങ്ങളും കണ്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. സോ ഈ ഫേംസ് ഒന്നും എന്തുകൊണ്ടത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ആ ഫേംസ് എന്തുകൊണ്ട് കൊടുക്കുക, അവരുടെ എഡ്യൂക്കേഷൻ ഡ്രോബാക്സ് ആയിരിക്കും മേ ബി ഉണ്ടാവുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ നെഗറ്റിവിറ്റി ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലായ്മ ആയിരിക്കും. സോ നമ്മളൊരു ട്യൂട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഫേം റൺ ചെയ്ത് ഒരു സംഭവം ഒരാളെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നമുക്ക് 100, 500, 1000 പേരോ അങ്ങനെ ഒരു ബാച്ച് ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൂടുതലും എടുക്കുന്നത് 1-on-1 സെഷൻസ് ആണ്. 1-to-1 സെക്ഷൻസ് ആണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഡിവിജ്വലി ക്ലാസ് ചെയ്യണം. നിങ്ങളെ അതായത് ഒരു റെക്കോർഡഡ് ക്ലാസ് അല്ല. ഇല്ല, ഞങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇല്ല. ഞങ്ങൾ 1-to-1 സെഷൻ എടുക്കുന്നതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരുന്ന ഒരു ബാച്ചിനകത്തുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നാൽ പോലും അയാൾ പഠിച്ചിറങ്ങുമ്പോൾ നെക്സ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞ ഫേമിനെ പറ്റി ഒരിക്കലും പഠിച്ചിട്ട് എനിക്കൊരു യൂസും ഉണ്ടായില്ല എന്ന് പറയരുത്. കാര്യം ഇതേപോലെ പല ഫേംസിനകത്തും പോയിട്ട് പഠിച്ചിട്ട് ഞാൻ തന്നെ പേഴ്സണലി പറഞ്ഞ ഒരാളാണ് എനിക്കൊരു യൂസും ഉണ്ടായില്ല. അപ്പം അതേപോലെ ഞങ്ങളെ ഫേമിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും അങ്ങനെ പറയരുത് എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ആ ഒരു വാശി തന്നെയായിരിക്കും നിങ്ങളെ ഈ വിജയത്തിൽ എത്തിച്ചതും. അതെ, ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൊസൈറ്റിക്കകത്ത് മൂവി ഇൻഡസ്ട്രിക്കകത്തുള്ള സിനിമറ്റോഗ്രാഫർ ഞങ്ങൾ അഭിരാം സുധിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. അഞ്ജലി എന്ന് പറയുന്നത് ഞങ്ങളുടെ വിധു പ്രതാപിൻ്റെയും ഷാൻ റഹ്മാൻ്റെയൊക്കെ പേഴ്സണൽ കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മൂവി ഇൻഡസ്ട്രി ആൻഡ് സീ കേരളം ഇതിന് വേണ്ടിയിട്ടൊക്കെ പേഴ്സണൽ കോസ്റ്റ്യൂം ഡിസൈനറാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. ആൻഡ് ഞങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ്. വെരി ഗുഡ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആൻഡ് പിന്നെ നമുക്ക് ഓൺടർപ്രണേഴ്സ് ഉണ്ട്, യങ് ഓൺടർപ്രണേഴ്സ് ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. ബാങ്ക് മാനേജേഴ്സ്, ഇത് എത്രത്തോളം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വന്നതും. ഒരു വലിയൊരു വിജയഗാഥയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അരുണിൻ്റെ പിതാവ് 25 കൊല്ലം മുന്നേ ആണെന്ന് തോന്നുന്നല്ലേ? അതെ, ഓൾമോസ്റ്റ് 25 കൊല്ലം മുന്നേ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വിറ്റ ഒരു വസ്തു തിരിച്ച് അതിൻ്റെ 300 times വിലയോട് പോയിട്ട് വില ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായി. ആ ധൈര്യം ഈ ഓൺലൈൻ ട്രേഡിങ്ങിൽ തന്നെ ആയിരിക്കും, ഈ ഷെയർ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് സാർ, എനിക്കിപ്പോഴും അത് മേടിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനത് മേടിക്കും എപ്പോഴായിരുന്നാലും. ഉറപ്പായിട്ടും മേടിക്കും. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെയുണ്ട്. അരുൺ, എന്താണ് എങ്ങനെ ഈ കോഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ?
മൂന്ന് ചോദ്യം ഞാൻ ഒരുമിച്ച് ചോദിക്കാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഒന്ന് സ്ട്രക്ചറായിട്ട് പറയണം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്. അതെ. അപ്പോൾ അത് നമുക്ക് സാധാരണ നിങ്ങൾ കാണുന്ന വീഡിയോകളിലൊന്നും എല്ലാം പറയാറുണ്ട്, പൊലിപ്പിച്ച് പറയാറുണ്ട്, നാടകീയതയോടുകൂടി പറയാറുണ്ട്, അവസാനം ഫീസ് പറയാറില്ല. അതെ. ഫീസ് കമൻറ്റിൽ വന്നാൽ മതി. അപ്പോൾ അത്രയും വലിയ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ റിവീൽ ചെയ്യണം. ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമ്മുടെ എല്ലാ വീഡിയോകളും ട്രാൻസ്പെറൻ്റ് ആണ്. എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഓക്കെ സാർ, ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 1 to 3 months ആണ് ഡ്യൂറേഷൻസ്. സോ ഓൾ ലൈവ് ക്ലാസ്സസ് വിത്ത് ഫ്ലെക്സിബിൾ ടൈമിംഗ്. നിങ്ങളൊരു വർക്കിംഗ് ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് മോർണിംഗ് 9 to 6 വരെയാണ് എൻ്റെ ടൈമിംഗ്, വർക്കിംഗ് ടൈം. എനിക്ക് അത് കഴിഞ്ഞിട്ടേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈൻ, വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. നമുക്ക് രാത്രി 10 മണി വരെ ക്ലാസ്സസ് ഉണ്ട്. വെരി ഗുഡ്. സെക്കൻഡ്, ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 45,000 ആണ് ഞങ്ങളുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. അത് നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ എൻ്റെ അടുത്ത്, 45,000 ഇസ് ഇറ്റ് എ പ്രട്ടി ഹയർ എമൗണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് നോർമലി ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ കുറച്ച് കൊടുത്തുകൂടെയെന്ന്. നമ്മളിപ്പം ഒരു സംഭവം ഫ്രീ ആയിട്ട് ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാളത് പഠിക്കുന്നതിൻ്റെ ഒരു അയാളത് പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്ന സാധനം വളരെ കുറവായിരിക്കും. സാറിനിപ്പം സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു ചോക്ലേറ്റോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ചോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ല നമ്മൾ വാങ്ങിച്ച് ചിലപ്പോൾ വണ്ടിക്ക് തരും. പക്ഷേ നമ്മൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ എടുത്തൊരു ഡയറി മിൽക്ക് സിൽക്ക് ഓർ ലൈക്ക് സ്നിക്കേഴ്സ് മേടിച്ചാൽ നമ്മളത് കളയില്ല ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. 60 ലക്ഷത്തോളം രൂപ നഷ്ടമാക്കിയിട്ടാണ് 45,000 രൂപയ്ക്ക് അരുണ്ടത്ത് പഠിക്കാൻ വന്നത് എൻ്റെ സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 45,000 രൂപ 6 മാസത്തിൽ കിട്ടി. അപ്പോൾ ഈ 45,000 രൂപ എന്നുള്ളത് ചോദിക്കുന്നവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെഫർ ചെയ്ത, ഞാൻ പറഞ്ഞ പലർക്കും സക്സസ് ആണ്. 45,000 ഈസ് നോട്ട് ടു മച്ച് ഐ തിങ്ക്. അതെ, 45,000 ടു മച്ച് അല്ല എന്ന് പറയുന്നത്, ഞങ്ങൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആൻഡ് പഠിപ്പിക്കുന്ന സ്ട്രാറ്റജിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം ഹൈ ആണ്. ഇപ്പം കേരളത്തിനകത്ത് കണ്ടുവരുന്ന ഏറ്റവും ടോപ്പ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ പഠിപ്പിക്കുന്ന സ്മാർട്ട് മണി എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന സ്മാർട്ട് മണി അല്ല. നമ്മുടെ 28ഓളം വരുന്നൊരു മൊഡ്യൂളിനകത്ത് ഒരേ ഒരു ചാപ്റ്ററാണ് സ്മാർട്ട് മണി. ഞങ്ങൾ കൂടുതലും പഠിപ്പിക്കുന്നത് ABCD എന്ന് പറയുന്ന അഡ്വാൻസ് ടെക്നിക്കൽസ്, ഹാർമോണിക്സ് എന്ന് പറയുന്ന അഡ്വാൻസ് ടെക്നിക്കൽസ്, ഇലിയോഡ് വേവ്സ് എന്ന് പറയുന്ന അഡ്വാൻസ് ടെക്നിക്കൽസ്. ഇത് മൊത്തം ഇന്ത്യക്കകത്ത് പുറത്താണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സ്. വെരി ഗുഡ്. സോ ഇത്രയും ടെക്നിക്കൽ അനാലിസിസിൻ്റെ, അതുകൊണ്ടാണ് മാത്തമെറ്റിക്കൽ വാല്യൂസിലാണ് ഞങ്ങളുടെ സ്ട്രാറ്റജീസ് മൊത്തം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്യുറസി എന്ന് പറയുന്ന സാധനം ഞാൻ 70 to 80% പറയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം ഉൾപ്പെടെ ഞാൻ കഴിഞ്ഞ 4 വർഷം 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഈ പറയുന്ന പ്രൊഫൈലിനകത്തുള്ള ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേര് ഡെസിഗ്നേഷൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവർ പഠിച്ചിട്ട് അവർക്ക് അതിനകത്ത് നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. അരുൺ, ഈ ഒരു ഷെയർ ട്രേഡിംഗ്, ഫോറസ്റ്റ് ട്രേഡിംഗ്, ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ, ഏറ്റവും വലിയ നിങ്ങളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തൊക്കെയാണ്? മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നതോ ക്ലാസ്സസോ ബിസിനസ്സോ ഒന്നും മേജർ ചലഞ്ചസ് അല്ല. ഇതിനകത്ത് ഒരു ഫണ്ണിയസ്റ്റ് അല്ല, സംടൈംസ് ഇറ്റ് വിൽ ബി ലൈക്ക് എ സീരിയസ് ഫാക്ടർ. ആൾക്കാർ കടം ചോദിക്കും. അയ്യോ, ഓക്കെ. അത് എന്ന് പറയുന്ന സംഭവം നമ്മൾ നോർമലി ഓക്കെ ഫൈൻ, നമുക്ക് കടം ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഓക്കെ ഫൈൻ ഞാനൊരു 2 days തരാം. ഇത് അങ്ങനെയൊന്നുമില്ല, ചോദിക്കുവാണ്. ദേ ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. അതായത് അവൻ ഇത്രയും കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു 10,000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കാനും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തന്നെ മടിയാണ്. അപ്പം നോർമലി വാങ്ങിക്കുന്ന ആൾ തിരിച്ചു തരണം. ഇതിപ്പോൾ മാസങ്ങളായി കഴിഞ്ഞാലും എല്ലാ മാസവും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതേപോലെ ചോദ്യങ്ങൾ വന്നു തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് നോ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമാണ്. ബട്ട് എല്ലാവർക്കും ചുമ്മാ നമുക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. ഞാൻ പറയും, അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം, വൈ ഡോണ്ട് യു ജോയിൻ ദ ക്ലാസ്സസ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ബൈ യുവർ സെൽഫ്. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. അതെ, ശരിക്കും നോ പറയാൻ പഠിക്കണം നമ്മൾ. അതെ, നോ പറയാൻ പഠിക്കണം. അതെ, അതൊരു പഠനം തന്നെയായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു രംഗത്തുള്ള നെഗറ്റിവിറ്റീസ് എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ ടൈംസ് നെഗറ്റിവിറ്റീസ് വരുന്നത് ആൾക്കാരുടെ നോളജാണ്. നോളജ് ഇല്ലായ്മ കൊണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാർ സ്കാംസിനകത്ത് പെടുന്നുണ്ട്. അത് മേ ബി ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് തന്നെ ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവം, ആരാണ് ബെറ്റർ, ഇല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാമോ? ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും ഇയാൾ പറയുന്നതിന് എന്ത് ക്രെഡിബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒത്തിരി ആൾക്കാർ വന്നിരുന്ന് ഇതേപോലെ പോഡ്കാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ഫേം നടത്തുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചിറങ്ങുന്നുണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ഈ നെക്സ്റ്റ് ട്രേഡിന് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്.
ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. സ്റ്റുഡൻസിനും പബ്ലിക്കിനും. സോ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അയാൾ കൊടുക്കുന്ന മാർക്കറ്റ് വ്യൂസ് അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് 1 വർഷം 2 വർഷം വരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞങ്ങളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഈ മറ്റ് പുറത്തുള്ള ഒരാൾ പഠിപ്പിക്കുന്നതിനേക്കാളും ഇല്ലെങ്കിൽ പറഞ്ഞു തരുന്നതിനേക്കാളും ഇല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതിൽ നിന്ന് ഒത്തിരി നെഗറ്റിവിറ്റീസും സ്കാംസിൽ നിന്നും പെടുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ 2-3 കൊല്ലത്തിൽ 3ഓളം സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനം 4500 കോടി രൂപ സ്കാമാണ് നടത്തിയത്. 4500 കോടി രൂപ കൊച്ചു കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുക, അതൊരു 1000ഓളം പേരിലാണ്. അതെ. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളതൊരു ഒരു സംഭവം തന്നെയാണ്. അതെ. രണ്ടാമത് ഇപ്പോൾ അടുത്ത് നടന്നത്, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് അടുത്ത് നടന്ന 2600 കോടി രൂപയുടേതാണ്. അപ്പോൾ ഈ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ച് ട്രെയിൻ ചെയ്ത് ഈ പൈസ എങ്ങനെ ഉപയോഗിക്കാം. പണ്ട് കാലങ്ങളിൽ പൈസ നമ്മൾ നിക്ഷേപിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റിലായിരുന്നു. പക്ഷെ അതൊരു ലിക്വിഡിറ്റി പ്രശ്നം വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇതങ്ങനെയല്ല, അല്ലേ? അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. അത്തരം പഠനങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ സമ്പത്തിനെ ശരിയായി എങ്ങനെ വിനിയോഗിക്കണം, ശരിയായി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ നെസ്റ്റ് ട്രേഡ് ഒരു ശരിയായ ഉത്തരമായിരിക്കും, ശരിയായ വഴിയായിരിക്കും. പിന്നെ ആൾക്കാർക്ക് വേറൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഒരുപാട് ലക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് പഠിച്ചിട്ട് അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റൂ. ഒരുപാട് പേരുടെ ചോദ്യമാണത്. അതെ, അത് ശരിക്കും തെറ്റായൊരു കൺസെപ്റ്റാണ്. അതിൽ നിന്ന് ലക്ഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർണിങ്സ് നിങ്ങൾക്ക് എത്ര ഏർണിങ്സ് വേണം എന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ ഉണ്ടാവണം. എൻ്റെ ക്യാപിറ്റൽ 10,000 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3-5% ആയിരിക്കണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അല്ലാതെ 10,000 രൂപ എടുത്ത് 1 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കരുത്. അപ്പോൾ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, അതിൻ്റെ 3-5% ഓക്കെ ഫൈൻ. അതാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 3-5% ആണ് ഒരു സ്റ്റോക്ക് ട്രേഡർ പറയുന്നത്. ശരിക്കും ഡിപ്പെൻഡ്സ് ലൈക്ക് എത്ര മണിക്കൂർ നമ്മൾ അതിനകത്ത് ഇരിക്കുന്നു, എത്രത്തോളം എഡ്യൂക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 3-5% പെർ ഡേ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ഡിഫറൻസ് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. 3-5% ഓഫ് ദർ ക്യാപിറ്റൽ. അതാണ് ഞാൻ പറയുന്നത്, ക്യാപിറ്റൽ ആണ് ഇതിൻ്റെ മേജർ ഒരു സോഴ്സ്. 10,000 രൂപ ഉള്ള ഒരാൾ ഡെയിലി ഒരു 100 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ മുകളിൽ ഗ്രീഡിനെസ് വരാൻ പാടില്ല. അതെ, അത് വരുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ അത്രയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. നമുക്ക് വേണ്ട ഒരു മാസം 10,000 രൂപ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു 50,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം 10,000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ 10% ആയി കഴിഞ്ഞു, ലൈക്ക് 5% ആയി കഴിഞ്ഞു. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഏർണിങ്സ് എത്രയെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. രണ്ട് കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ ഷെയർ ട്രേഡിങ്ങിലും ഫോറക്സ് ട്രേഡിങ്ങിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുണ്ടെങ്കിലും 5,000 രൂപയുണ്ടെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് അത്രത്തോളം ചെറുതായിരിക്കും. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ശരിയായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്ററും ആവാം. നിങ്ങൾക്ക് ട്രേഡർ മാത്രമല്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്ററും ആവാം. ഇപ്പം ബിസിനസ്സുകാരുണ്ട്, അവർക്ക് ഡെയിലി ഇരുന്ന് എന്നെ പോലെ ട്രേഡ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അവർക്കത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു 2 വർഷം 3 വർഷം ലോങ് ടേമിലത്തേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒത്തിരി ആൾക്കാർ ഞാൻ സ്റ്റോക്സിനകത്ത് ഇത്രയും പൈസ കിട്ടു, എൻ്റെ അത് ഇപ്പം ലോസിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്, അത് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. പ്രോപ്പർ നോളജ് ഞങ്ങളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്സ് ഇതുവരെ എത്തുമെന്ന് നമുക്ക് പെർഫെക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ലൈക്ക് 50% എങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ സ്റ്റോക്കിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റും ലോങ് ടേമിലത്തേക്ക്. നല്ലതാണ്, നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റും. അത് തന്നെയാണ് ശരിക്കും ഈ ഒരു രംഗത്ത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ നല്ലതാണ്, കാരണം ഒരുപാട് പേർക്ക് ഇതിന് ഭാവിയിൽ ആവശ്യമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലം കൂടുതൽ ഷെയർ ട്രേഡിങ്ങിൻ്റെതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട്. നമുക്കൊരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഫൈലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻകം നല്ലൊരു ഇതാണ്. അതെ, ഓഫ് കോഴ്സ്. കാര്യം
ആരും സ്വന്തം എക്സിസ്റ്റിംഗ് ജോലി കളഞ്ഞിട്ട് ട്രേഡിങ്ങിനകത്തോട്ട് വരാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും. അത് ശരിക്കും ഭയപ്പെടണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, അതിപ്പോൾ 100ഓളം പേര് വന്നത് ഭയപ്പെട്ടിട്ടല്ല. അവർക്ക് കിട്ടിയ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റവന്യൂ വന്നതിന് ശേഷമാണല്ലോ അവരുടെ ജോലി വിട്ടത്. അപ്പോൾ അണ്ടിൽ അതർവൈസ് നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. ഡിസിഷനാണ് അവർക്ക് ഏത് ഇൻഡസ്ട്രി ചൂസ് ചെയ്യണം. ഇത് സെക്കൻഡറി ഇൻകം എന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും ഇനിഷ്യലി വരുന്ന ഒരാൾക്ക് സെക്കൻഡറി ഇൻകം തന്നെയാണ്, സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകമാണ്. അതിൽ നിന്ന് അയാൾ അത് പ്രൈമറിയിലോട്ട് ആക്കുന്നത് അയാളുടെ കഴിവ് പോലെ ഇരിക്കും. ഓരോരുത്തരുടെ അത് നിങ്ങളുടെ കഴിവല്ലേ, അത് അയാളുടെ കഴിവ്. നമുക്ക് കൂടുതൽ പഠനങ്ങൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ, നമ്മുടെ കൂടുതൽ ഒബ്സർവേഷൻസ്, എഫേർട്ടെല്ലാം അതിൽ ഉണ്ടാവണം. ഉറപ്പായിട്ടും ഏതൊരു സംരംഭത്തിനും ഏതൊരു ബിസിനസ്സിനും ഇത്രയും ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന, പേരെടുത്ത് പറയുകയാണ് വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ പേരെടുത്ത് പറയുകയാണ്. അതിനൊരു ധൈര്യം തന്നെ വേണം. കാരണം അവരെ സക്സസ്ഫുൾ ആക്കിയത് കൊണ്ടാണല്ലോ അവരുടെ പേര് റിവീൽ ചെയ്യാൻ തോന്നുന്നതും. അവരെ മുന്നിൽ നിർത്തിയാണ്, അവരാണ് നിങ്ങളുടെ ശരിക്കും ടെസ്റ്റിമോണിയൽസ് അല്ലേ? അതെ, ഓഫ് കോഴ്സ്. എൻ്റെ പേര് മാത്രമല്ല സാർ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ സക്സസ് സ്റ്റോറി ഞങ്ങൾ ചെയ്തത് ട്രിവാൻഡ്രം മോൾ ഓഫ് ട്രാൻകൂറിനകത്ത് ഒരു എൻറ്റയർ മോൾ ഞാൻ എടുത്ത് ആണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാൻ എൻ്റെ സക്സസ് സ്റ്റോറി ഇവൻറ്റ് ചെയ്തത് ഇൻ പബ്ലിക്. കൊള്ളാം. അതാണ് ഒരു സംരംഭകൻ്റെ ആത്മവിശ്വാസം. ശരിക്കും നിങ്ങൾ കൊടുക്കുന്ന കോഴ്സ്, നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് സേവനമോ സർവീസോ പ്രൊഡക്റ്റോ ചെയ്യുന്നെങ്കിൽ ഈ ഒരു കോൺഫിഡൻറ്റ് നിങ്ങളുടെ കസ്റ്റമറെ മുന്നിൽ നിർത്തി സംസാരിക്കാൻ കഴിവുണ്ടാവണം. അതെ, ഓഫ് കോഴ്സ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ ഒത്തിരി ഫേംസിൽ നിന്ന് കേട്ടിട്ടുള്ള പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് പറയുന്നത് ഞാൻ അവിടെ പഠിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് ഒന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് ഗ്രേഡിനകത്ത് പാസ്സായിട്ടുള്ള ഒരാളടുത്ത് പോലും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഇത്രയും ദൈവം സഹായിച്ച് 4 വർഷമായിട്ട് കേൾക്കേണ്ടി വന്നിട്ടില്ല. കേൾക്കാതിരിക്കാൻ, അതായത് നിങ്ങളുടെ മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. അതെ, ഓഫ് കോഴ്സ്. കൂടുതലും മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് എനിക്ക് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്നതും ഒരാളുടെ റെഫറൻസിലൂടെയാണ്. അതെ അല്ലേ? എനിവേ, ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനമുണ്ട് അരുണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞാലും. ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ ജോലി വീണ്ടും നഷ്ടപ്പെടുത്തട്ടെ, അവരെ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആക്കട്ടെ, അവരെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് സർ.